അമ്മാതിരി ഫാൻസ് ഫോളോവേഴ്സ് ഇവർക്കുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്തേക്കാം. ഓക്കെ, ഇതിനകത്ത് അച്ചായൻ്റെ തക്കുടു അച്ചായനെ ഈ ഒരു ഇവരുടെ ഈ ഒരു കമൻറ്റ് ബോക്സിനകത്തുള്ള ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ കുറേ അധികം കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഈ വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്ത് ബഹുഭൂരിപക്ഷം ഒരു 98% വീഡിയോസും നിങ്ങളെപ്പോലുള്ള പല ആൾക്കാരും, എന്നെ കാണുന്ന വ്യൂവേഴ്സ്, എന്നെ എതിർക്കുന്നവർ, വിമർശിക്കുന്നവർ, അംഗീകരിക്കുന്നവരായിട്ട് എല്ലാവരും ചേർന്നുകൊണ്ട് എന്നിലേക്ക് തരുന്ന വീഡിയോസാണ് ഞാനത് ചെയ്യുന്നത്. ഓക്കെ, ഈ വിമർശനങ്ങളൊക്കെ വളരെയധികം സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ വിമർശനം ഇനിയും തുടരുക, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ തിരുത്തുകയും ചെയ്യാം. അവിടെ നിൽക്കട്ടെ എല്ലാ കാര്യങ്ങളും. ഞാൻ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്ന വിഷയത്തിന് മുമ്പ് നിങ്ങളെ ഞാൻ ആദ്യം കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് ഈ നമ്മുടെ ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്തിൻ്റെ തന്നെ വരികളാണെന്ന് തോന്നുന്നു. കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൻ കൽപ്പനയ്ക്കെന്തു മൂല്യം. ഗാനഗന്ധർവൻ്റെ ശബ്ദത്തിലൂടെ പുറത്തു വന്ന ഈ 2 വരി, കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ്റെ കൽപ്പനയ്ക്ക് എന്ത് മൂല്യമാണുള്ളതെന്നുള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഓരോരോ ചിന്താഗതികളും മറ്റുള്ള പല കാര്യങ്ങളും കാൽപ്പനികമായിട്ടാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പോൾ കാലത്തിൻ്റെ കൽപ്പനയുണ്ട്, ആ സാധനം വിധി പോലെ നടക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പോകും കവിവാക്യത്തിലൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇവിടെ പറയാൻ വേണ്ടിയിട്ട് വന്ന കാര്യം ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണിത്. അതിനകത്ത് നെഞ്ച് തകർന്ന് കുറച്ച് പേർ ഈ ഒരു കമൻറ്റ് ബോക്സിലെ കമൻറ്റുകളും ആ അധിക്ഷേപങ്ങളും അതിൻ്റെ പരിധി വിടുന്നത് അയച്ചു തന്നപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിനകത്തൊക്കെ ഇത്തിരി ഫോളോ ചെയ്യുകയും എനിക്ക് കാണുകയും ചെയ്യുന്ന, കമൻറ്റും ചെയ്യുന്ന വളരെയധികം ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കപ്പിളിനെ കുറിച്ച് ഓർമ്മ വന്നത്. ജസ്റ്റ് ഞാൻ ആ കപ്പിളിലെ ഒരു ചെറിയൊരു വീഡിയോ മാത്രം ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെറുതെ കാണിക്കാം. ഞാൻ അവരെ മോശമാക്കാനോ അല്ലെങ്കിൽ ഒരിക്കലും നെഗറ്റീവ് ആക്കാനോ ഒന്നുമല്ല. അവരെ സത്യം പറഞ്ഞാൽ അതുപോലെ ആയിരിക്കണം ആ കാണുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്കോ, അല്ലെങ്കിൽ അതിനകത്ത് ഒരു തരത്തിലൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇവിടെ കുറേ ആൾക്കാർ ചിലരെ മാത്രം സെലക്റ്റീവായിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത് എവിടെയും ഞാൻ കാണിക്കാം. ഇത് നമ്മുടെ ദ മല്ലു ഗോമസ്, ദ മല്ലു കപ്പിൾസ്, ആ ഒരു കപ്പിൾസ്. ഓക്കെ, ഇതിനകത്ത് അച്ചായൻ്റെ തക്കുടു അച്ചായനെ ഈ ഒരു ഇവരുടെ ഈ ഒരു കമൻറ്റ് ബോക്സിനകത്തുള്ള കമൻറ്റുകളിൽ ചത്ത് എന്താ തക്കുടു വളർത്തുവാണോ അത്, ഇതാ മഞ്ഞയായിരുന്നു നല്ലത്, കൂടുതൽ ഫാൻസ്. മഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ബോക്സറിനെ കുറിച്ചാണ് പറയുന്നത്, ഇടുന്ന നമ്മുടെ ഷോർട്സിനെ കുറിച്ച്. തക്കുടു ജട്ടി ഫാൻസ് ഇവിടെ കമോ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നു. അതിനവർ നല്ല റിപ്ലൈ, വളരെ ഹാപ്പി ആയിട്ടുള്ള, ബാക്കിൽ നിൽക്കുന്ന സായിപ്പ് എന്നാൽ എൻ്റെ വയർ കൂടെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞു. കാരണം നിക്കർ കളർ കണ്ണിൽ കത്തുന്നു, കോൽ വീർത്തിരിക്കുവാണല്ലോ ഫുൾ ടൈം, തങ്കമ്മയുടെ ബലൂൺ വലിച്ചു. സോ ഇതിനെല്ലാം ഒരു ലൈക്കും അടിച്ചിട്ടുണ്ട്. ഒരാൾ പോലും മോശമായിട്ടൊരു കമൻറ്റും അവിടെ ഇടുന്നില്ല. ഓക്കെ, അമ്മാതിരി ഫാൻസ് ഫോളോവേഴ്സ് ഇവർക്കുണ്ട്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ബ്ലർ ചെയ്തേക്കാം. ഓക്കെ, ഇത് ആസ്വദിക്കുന്ന ഒരു കപ്പിളാണ്, അവരുടെ ജീവിതം ആസ്വദിക്കുന്ന കപ്പിളാണ്. ഈ കമൻറ്റ് ബോക്സിൽ മുഴുവൻ പോസിറ്റീവ് കമൻസാണ്. ഇനി ഞാനൊരാളെ കാണിക്കാം. അവിടെ വരുമ്പോൾ സീൻ മാറുന്നത്, എവിടെയെങ്കിലും ഈ പറയുന്ന ആൾക്കാർ എവിടെയെങ്കിലും അവരെ ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ എന്താ കാണിക്കുന്നത് എന്ന് എവിടെയെങ്കിലും ആരും ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ചെയ്യണമെന്നേ അല്ല, ഒരിക്കലും അല്ല കേട്ടോ. അത് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചേട്ടാ ചേച്ചി ഒരിക്കലും നിങ്ങളെ നെഗറ്റീവ് ആക്കാനൊന്നും അല്ല കേട്ടോ. എൻ്റെ ഒരു ഉദ്ദേശമേ അങ്ങനെയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ബട്ട് ഇത് ഒരു പാവപ്പെട്ട ലേഡിക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം നിങ്ങളുടെ ഈ ഒരു ചെറിയൊരു വിഷ്വൽ യൂസ് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഒരിക്കലും ദയവായി എന്നോട് നെഗറ്റീവായിട്ടോ ഒന്നും തോന്നരുത്, ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. സോ അത് കണ്ടല്ലോ. അപ്പോൾ ആ വ്യക്തികളുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. നല്ലത്, അത് അങ്ങനെയാണ് വേണ്ടത്, അവരുടെ ഇഷ്ടം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ആ സന്തോഷത്തിൽ വേണേൽ പങ്കുചേരാം, കുറ്റം പറയാതിരിക്കാം. ഇവിടെ നോക്കൂ, നോക്കിയേ ചിരിച്ചു നോക്കണം. ലൈറ്റ് പുഞ്ചിരി മതി, ലൈറ്റായിട്ടുള്ളൊരു പുഞ്ചിരി മതി. ഇത് ഇത്രയേ ഉള്ളൂ. ബാക്ക് തിരിഞ്ഞ് നിന്ന് ഒന്ന് പുഞ്ചിരി മതി എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോഷൂട്ടിന്, വിഷു ഫോട്ടോഷൂട്ട്, രേണുസുധിയുടെ മാറ്റം കണ്ടോ, വിഷു ഷൂട്ടിന് ഒരുങ്ങി സുന്ദരിയായി വന്ന കണ്ണെടുക്കാൻ കഴിയാതെ ആരാധകരെന്നൊക്കെ പറഞ്ഞാൽ ക്യാപ്ഷനൊക്കെ ഇട്ടേക്കുന്നത്. ഒരു തരത്തിലെങ്കിലും ഈ ക്യാപ്ഷനൊക്കെ ഇടുന്ന ആൾക്കാരും ഇവരെ ഈ തരത്തിൽ ഓക്കെ, ഇവർ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ എവിടെ കൂടെയോ ഒരു ട്രോൾ ഇവർ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇത് റീച്ച് ആവണം. റീച്ച് എന്നുള്ളൊരു എലമെൻറ്റ് തന്നെയാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഘടകം. ഓക്കെ, റീച്ച് തന്നെയാണ്. ഇനി അത് ചെയ്തോട്ടെ, അത് അവർക്ക് വിഷയമല്ലാത്തടത്തോളം കാലം നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ കമൻറ്റ് ബോക്സ് നോക്കൂ. ഈ കമൻറ്റ് ബോക്സിൽ
ഇത്രയും അധിക്ഷേപം രേണു സുധി അർഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വിമർശനമുണ്ട്. സുധിയുടെ ഭാര്യയാണ്. സുധിയുടെ ഭർത്താവായിട്ടുള്ള സുധിച്ചേട്ടൻ്റെ വേദനയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ മുഴുവൻ. അതുകൊണ്ട് സുധിച്ചേട്ടൻ്റെ ഭാര്യ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് താങ്ങത്തില്ല. എത്രയോ ഡിവോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിധവമായിട്ടുള്ള സ്ത്രീകളൊക്കെ എന്ത് മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു, അടുക്കളയിൽ പോയിട്ട് തീ ഊതിക്കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അവരാരും ഇങ്ങനെയൊന്നും കാണിക്കുന്നല്ലോ. ഇവർക്ക് മാത്രം എന്താണെന്നുള്ള കാര്യം അതിന് ഏറ്റവും കുറ്റം പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാട്ടിലെ ഭരണഘടനയെ കുറ്റം പറയണം. കാരണം ഭരണഘടനയാണ് ഈ സ്വാതന്ത്ര്യം നൽകുന്നത്. വ്യക്തി സ്വാതന്ത്ര്യവും മറ്റുള്ള പല കാര്യങ്ങളും അത് നൽകുന്നത്, ആവിഷ്കാര സ്വാതന്ത്ര്യം നൽകുന്നത് ഭരണഘടനയാണ്. കുറ്റം പറയുന്നെങ്കിൽ ഭരണഘടനയെ പച്ചയ്ക്ക് പബ്ലിക്കായിട്ട് കുറ്റം പറയണം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഉള്ളക്കിടക്കും എന്നുള്ള കാര്യം കൂടെ ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം. ഇനി തിരിഞ്ഞു നിന്നപ്പോൾ കിട്ടിയ കറക്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരാളിട്ടേക്കുന്ന ഫോട്ടോയാണ്. 907 ലൈക്കും അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഇട്ടേക്കുന്ന ഫോട്ടോ ഇതാണ്. ഫേസ് ആപ്പ് വെച്ച് അവരെ ഫേസിനെ വളരെ വൃത്തികേടാക്കി, വളരെയധികം മോശമാക്കി, അവരെ തലമുടിയൊക്കെ മാറ്റി ഒരുമാതിരി അധിക്ഷേപിച്ച് കൊണ്ടിട്ടേക്കുന്ന കാര്യം. വിസിബിളായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സിനിമാ നടിയുടെ ഒരു കാര്യം ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഈ സമയത്ത് അറസ്റ്റിലായിട്ടുണ്ടാവും. ഞാൻ ഉറപ്പിച്ചു പറയാം. ഇതുപോലുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ മറ്റൊരു പ്രമുഖയായിട്ടുള്ള സിനിമാ നടിയുടെ ഒരു ഫോട്ടോ എടുത്തു വെച്ച് ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ നിമിഷം അകത്താവും. ഒരു സംശയമില്ലാത്ത കാര്യം ഞാൻ അടിവരയിട്ട് പറയാം. ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ രേണു സുധി എന്നുള്ളൊരു ഒരു ആ സ്ത്രീയോട് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ ആരോടും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. അവരോട് ചെയ്യാം. കാരണം അവർക്ക് ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലല്ലോ. ഒരു സമൂഹം മുഴുവൻ നിന്നുകൊണ്ട് ആ സ്ത്രീ അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അകത്ത് അവർ എന്താണ് പോണോഗ്രഫി ചെയ്യുന്നുണ്ടോ, അവരെന്തെങ്കിലും പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നുണ്ടോ, അവരുടെ ശരീരം മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപയ്ക്ക് ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നു എന്നുള്ള കാര്യം ചെയ്യുന്നുണ്ടോ? രശ്മി നായർക്ക് അക്ക ഉയരെന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അത് അവരുടെ തൊഴിലാണ് കേട്ടോ. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതേ അല്ല. ഈ മേഖലയിലേക്ക് അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ ഭർത്താവിനും അവർക്കൊന്നും പ്രശ്നമില്ലാത്തടത്തോളം കാലത്ത് ആസ്വദിക്കുകയും ചെയ്തിട്ട് കുറ്റം പറയുന്നു. നിളാ നമ്പ്യാർ അവരുടെ വീഡിയോയും കണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം അവനവനുള്ള കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവരെ തള്ളയ്ക്കും തന്നേക്കും വിളിക്കും. എല്ലാവരും ഇതെല്ലാം ചെയ്തതും ആസ്വദിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത്. രേണു സുധി ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്രയും നീചമായ രീതിയിൽ അവർ ചെയ്യുന്നത്. താങ്കളെ കൊണ്ട് ഇതൊക്കെ സാധിക്കും, നല്ല ക്രിയേറ്റിവിറ്റി, അപ്രീഷ്യബിൾ, ഇത് ഉള്ളത് എന്താണോ കളിയാക്കിയതാണോ ഇതാക്കിയാണോ. ഇനി ഒരു നല്ലൊരു കമൻറ്റ്, അവരുടെ ഭർത്താവ് മരിച്ചുപോയി, അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പാടില്ലേ? അവർക്ക് കിട്ടുന്ന ജോലി, അറിയാവുന്ന ജോലി ചെയ്ത് ജീവിക്കട്ടെ. അവരുടെ പല്ല് ഉന്തിയോ മെലിഞ്ഞു പോയോ വേറെ വല്ല കുഴപ്പമുണ്ടോ എന്ന് മറ്റുള്ളവർ എന്തിന് ഉത്കണ്ഠപ്പെടുന്നു? ഭർത്താവുള്ള ഒരുത്തിയാണെങ്കിൽ ഇങ്ങനെ വിമർശിക്കുമോ? കുറഞ്ഞ പക്ഷം ആ മൂത്ത മകൻ ഇതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം ഓർക്കുക ദയവായി. ആക്ഷേപിക്കുന്നവരുടെ പെങ്ങന്മാർക്ക് ഭർത്താവ് നഷ്ടപ്പെട്ടാൽ അവരെ ഇതേ സമൂഹം ഇങ്ങനെ തന്നെയായിരിക്കും കാണുക എന്നും ഓർക്കുക. അവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അത് ആരുടെ ഔദാര്യമല്ല, ആ അവകാശം. ഞാൻ ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതും എനിക്ക് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതിനകത്ത് അവരെ അധിക്ഷേപിച്ചേക്കുന്ന ഒന്ന് കാണാമോ, ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് പറയാമോ എന്ന് പറയുമ്പോൾ ഞാൻ അതുവരെ എൻ്റെ മനസ്സിനകത്ത് തെറിയായിരിക്കും. പക്ഷേ തെറിയും കടന്നു, അതിൻ്റെ സീമകൾ ലംഘിച്ചു. രേണു സുധി ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താണ്ടല്ലോ, കംപ്ലൈൻറ്റ് എന്താവുമെന്ന് അറിയത്തില്ല. പക്ഷേ ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് കൊടുക്കുമ്പോൾ അവരുടെ സ്ത്രീത്വത്തിനെ ഏറ്റവും അപമാനിക്കുന്ന രീതിയിൽ ഈ ഒരു കാര്യം ചെയ്തതിന് എവനെയൊക്കെ കിടത്തണം എന്നാണ് എൻ്റെ ഒരു പക്ഷം. ലോകമറിയുന്ന മണിച്ചേട്ടൻ്റെ ഭാര്യ കണ്ടോ, അടുത്ത കമ്പാരിസൺ. ലോകമറിയുന്ന മണിച്ചേട്ടൻ്റെ ഭാര്യ അവരെ കണ്ട് പഠിക്കട്ടെ. ഇത് ഭർത്താവ് മരിച്ച 1 വർഷമായില്ല, അതിനു മുൻപ് കടപ്പുറത്ത് കെട്ടിമറിയുന്ന വീഡിയോ എടുത്ത് +2 പഠിക്കുന്ന കുട്ടി ഉള്ളതല്ലേ, അവനും ഇല്ല നാണക്കേട്, അവൻ്റെ ഫ്രണ്ട്സ് ചോദിക്കില്ലേ? ഇവിടെ ഭർത്താവ് മരിച്ചു പോയ എത്രയോ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്, അവരൊക്കെ ജീവിക്കുന്നില്ലേ? ആരും ജോലിക്ക് പോയല്ലേ കുടുംബം നോക്കുന്നേ? ഇതുപോലെ കണ്ടവന്മാരെ കെട്ടിപ്പിടിച്ചല്ല മാന്യമായി ജീവിക്കുന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞ് മാന്യത പഠിപ്പിക്കുന്ന ഒരു ചേട്ടൻ. പാവങ്ങളുടെ രാജകുമാരൻ എന്നാ ചേട്ടൻ്റെ പേര്. ഓക്കെ, ഇനി അടുത്തൊരു പോസ്റ്റ് കാണുക. ഇങ്ങനെ ചിരിച്ചാൽ മതിയോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് അൾട്ടിമേറ്റായിട്ട് രേണു സുധിയെ കളിയാക്കുന്നവരുടെ മനോഭാവം. ഇവിടെ ഉണ്ട് രേണു സുധിയെ എങ്ങനെയാണ് ഇവർ കാണുന്നത്. ഇവരുടെ കണ്ണിലൂടെ രേണു സുധി എന്താണെന്നുള്ളത് വരച്ചു കാട്ടുന്നൊരു ചിത്രമാണിത്. ഇങ്ങോട്ട് നോക്ക്. പല്ലുന്തി മെലിഞ്ഞ് ഒരു വകയ്ക്ക് കൊള്ളാത്ത രീതിയിൽ ഒരു കോലമാക്കി ഒരു സ്ത്രീയെ ഏറ്റവും മോശമായ നീചമായ രീതിയിൽ അപമാനിച്ചിട്ടേക്കുന്ന കമൻ്റാണ് അവരുടെ ആ വീഡിയോയുടെ താഴെ. ഇതൊക്കെ അർഹിക്കുന്നോടെ ആ സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കടേ. നമ്മുടെ വീട്ടിൽ നമ്മളെ പ്രസവിച്ച അമ്മ, എൻ്റെ അമ്മ വളരെ മെലിഞ്ഞിട്ടാണ്. ഇത് അർഹിക്കുന്നുണ്ടോ ആ സ്ത്രീ? നമ്മുടെ വീട്ടിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവരെങ്ങനെയൊക്കെ വളർന്നു വരുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, മറ്റ് 2 വരി, കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ കാലത്തിൻ്റെ കൽപ്പനയ്ക്ക് വല്ലതുകൊണ്ട്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ സ്വപ്നം കാണുന്നതും എല്ലാം ഈ ഭൂമി നടത്തിയിട്ട് പോകാമെന്നുള്ള വിശ്വാസമുള്ളവരാണോ ഈ കാണുന്നവരൊക്കെ? എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ പ്ലീസ്. ഇവരെ എതിർക്കുന്നവരുണ്ടാവാം, കാരണം അവരുടെ ഉദ്ദേശം മഹാനായ നമ്മുടെ ഇദ്ദേഹം സുധിച്ചേട്ടൻ്റെ എന്നാണ്. മഹാനായ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വളരെയധികം ബഹുമാനിക്കുന്ന അദ്ദേഹത്തിനെ എന്തായാലും ഒരാൾ അയാളുടെ ജീവിതം വിട്ട് ഈ ഭൂമി നിന്ന് പോയി.
ഓക്കെ, അദ്ദേഹം ഇന്ന് മറ്റൊരു ലോകത്താണ്. നമ്മൾ ആ ഒരു വ്യക്തിയെ പരേതരം നമ്മൾ ബഹുമാനിക്കുന്നു. ബഹുമാന്യനാണ് അദ്ദേഹം. അദ്ദേഹം കലാകാരനായിരുന്നു, മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു, എന്തുമായിക്കോട്ടെ, ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിന്ന് ആയിക്കോട്ടെ. അയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയല്ലേ? അതോ മറ്റേ പണ്ട് സതിയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ മനോഭാവത്തിലേക്ക് അല്ലല്ലോ നിങ്ങളും പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഒരു സ്ത്രീ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല. അവിടെ മണിച്ചേട്ടൻ്റെ ഭാര്യ അത് ചെയ്തില്ല, അത് അവരുടെ ഇഷ്ടം, ഇത് ഇവരുടെ ഇഷ്ടം. ആര് ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അവരുടെ ഇഷ്ടം. അവനവനാണ് അത് തീരുമാനിക്കുന്നത്. അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കളിയാക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ആരാണെന്ന് കൊണ്ട് നോക്കൂ. ഇത്രയും മോശമായിട്ടാണ് ആ കമൻറ്റ് ബോക്സിനകത്ത് അവർ അധിക്ഷേപിച്ചേക്കുന്നത്. അതിനും സപ്പോർട്ടുണ്ട്. 187 പേര് അതിനും സപ്പോർട്ടായിട്ട് ഇത് ചെയ്തേക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീയെ ആക്ഷേപിക്കാൻ കാണിച്ച വലിയ മനസ്സിൻ്റെ ഉടമയെ തന്നോടൊന്ന് ചോദിക്കട്ടെ, തൻ്റെ പുറമേയുള്ള മാംസം അഴുകി മണ്ണോട് ചേരുമ്പോൾ ഇതിലും വികൃതമായിരിക്കും നന്നായിക്കൂടോ കഷ്ടം. സീരിയസ്ലി ഇരിക്കുന്ന ഞാൻ, ഈ കാണുന്ന നിങ്ങൾ എത്ര കാലം കൂടി ഈ ഭൂമിയിൽ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് അടിവരയിട്ട് എഴുതി വയ്ക്കാൻ കഴിയുമെന്നുള്ളൊരു കമൻറ്റ്. അല്ലെങ്കിൽ നമ്മുടെ സുധിച്ചേട്ടൻ എന്ന് പറഞ്ഞ് കരയുന്നവർക്ക്, സുധിച്ചേട്ടൻ്റെ ഭാര്യയെ അവർ ഈ ഒരു തൊഴിൽ നിന്ന് എടുക്കണ്ട, അവരിങ്ങനെയുള്ളൊരു കാര്യമേ ചെയ്യണ്ട, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് കുറേ അധികം സാമ്പത്തിക സഹായം ചെയ്യാം, അല്ലെങ്കിൽ എന്ത് അവരെ ഒന്ന് രക്ഷപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള താല്പര്യമുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് സുധിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള രേണു സുധിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഞാനും കൂടെ ഉണ്ടോ? കമൻറ്റ് ചെയ്യ്. അധിക്ഷേപ കമൻറ്റ് ഇടുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഈ മണ്ടത്തിയായിട്ട് കുരങ്ങ് കളിപ്പിക്കുന്നത് ഈ കൂതറയ്ക്ക് അറിയില്ല, വെറും മണ്ടത്തിയായി പോയല്ലോ ഈ കോപ്പ് ചുണ്ടലി. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമൂഹത്തിൻ്റെ ഒരു സ്ത്രീ സങ്കല്പമുണ്ട്, സമൂഹത്തിൻ്റെ ഒരു സൗന്ദര്യ സങ്കല്പമുണ്ട്. അതിനകത്ത് മാദക തിടമ്പുകളാവണമെന്നുള്ള സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം. അതിന് ഏറ്റവും കൂടുതൽ കുലീനയായ സ്ത്രീകളുടെ നടപ്പും രീതികളും ശൈലികളും അവരുടെ പെരുമാറ്റവും ഇങ്ങനെ ആയിരിക്കണം, കുടുംബ സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം, വിധവകൾ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അങ്ങനെ ആ കുലീനതയും ഇവരുടെ എല്ലാം മനസ്സിൻ്റെ അകത്ത് കാണുന്ന സൗന്ദര്യ സങ്കല്പങ്ങളിലും സിനിമയിലും മറ്റുള്ള ഫ്രെയിമുകളിലേക്ക് വരുന്നത് പോലുള്ള അഴകുടൽ ആ ഒരു തരത്തിലേക്കുള്ളതൊന്നും അല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു അധിക്ഷേപം ഇവർ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. പർട്ടിക്കുലർ റേസിസം കാണിച്ച ഫോട്ടോസിൻ്റെ അകത്തെല്ലാം വികലമായ രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മനോഭാവം ഒരാൾക്കോ രണ്ടു പേർക്കോ ഉള്ളതല്ല. ആ മനോഭാവത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇവിടെ ഉള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ രേണുസുധിയെ പോലുള്ള ആൾക്കാർ, ഇത് രേണുസുധി ഒരു പർട്ടിക്കുലർ ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേഷനാണ്. രേണുസുധി ഒറ്റയ്ക്കല്ല, അത് മനസ്സിലാക്കണം. ഈ രേണുസുധിയെ പോലെ ഇതുപോലെ എത്രയോ സ്ത്രീകൾ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണും. പല സമയങ്ങളിലും ഞാൻ ഈ അടുത്ത കാലത്ത് കുറച്ചധികം വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാലും അയ്യോ മൂപ്പൻ പാവാടയായോ. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് അവിടെ പറയുന്നു, ഇന്നത്തെ ഫേക്ക് പുരോഗമനിസ്റ്റുകളുടെ കൂട്ടത്തിലൊന്നും എന്നെ കൂട്ടണ്ട. ഓക്കെ, പുരോഗമനം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്നിരുന്ന് വായ്ത്താളം അടിക്കേണ്ട ഒരു സാധനമല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ ഇതിനെക്കാട്ടിലപ്പുറം ഇന്നിപ്പോൾ ഈ അധിക്ഷേപ കമൻറ്റുകളും മോശം പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഇതിനെക്കാട്ടിലെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ ഒരു കാലത്തിന് മുമ്പ് വർത്തമാനം പറഞ്ഞിട്ടുള്ള ആയിരുന്നു വാസ് പാസ്റ്റ്. പക്ഷേ അതിനുശേഷം എനിക്കൊരുപാട് പരിവർത്തനം ഉണ്ടായി. ഞാൻ 2 കുട്ടികളുടെ അച്ഛനായി. ഞാനൊരു ഒരു കുടുംബം നോക്കുന്ന കുടുംബത്തിൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളായി മാറി. എൻ്റെ സമൂഹമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരു കാര്യങ്ങളിലേക്ക് വന്നു. എൻ്റെ ചില ദുർശീലങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ട് ഞാൻ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ കണ്ണ് തുറന്ന് കണ്ടപ്പോൾ ഞാൻ കിടക്കുന്നത് ഒരു പൊട്ടക്കിണറ്റിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ചിന്തിച്ചു, കഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അതിൽ നിന്ന് പതിയെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും പൂർണ്ണമായി വന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് ഇനി ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. അങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്, ചുറ്റുപാടുള്ള മനുഷ്യരായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. മതങ്ങളും വർഗവും മറ്റുള്ളതും ജാതിയും മതവും അതിൻ്റെ അപ്പുറത്തേക്ക് മനുഷ്യനായിട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പോലും അങ്ങനെയാണ്. അത് വായനയിലൂടെയാണ്, സത്സംഗം, നല്ല മനുഷ്യരുമായിട്ടുള്ള സഹവർത്തിത്വത്തിലൂടെയാണ്, പല കാര്യങ്ങളിലൂടെയാണ് അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ നാളെ ഞാൻ ഈ കാര്യങ്ങൾ കാണിച്ചു വരുമ്പോൾ എൻ്റെ കുട്ടികളും അങ്ങനെ തന്നെ കാണിച്ചു പോകുന്ന കാര്യം ആലോചിച്ച് നോക്ക്. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുടെ റെപ്രസെൻറ്റേഷനാണ് ഈ രേണുസുധി എന്ന് പറയുന്നത്. ആ സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്നതിലൂടെ നിങ്ങൾ ഒരു കൂട്ടം സ്ത്രീകളെ, അപ്പം എന്നെ കമൻറ്റ് എന്നെ പറയുന്നതാണ് ഈ മൂപ്പൻ ഇതായിപ്പോയോ, പാവാട താങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നൊരാൾ. ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യണ്ടേ? ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, മക്കളെന്ന് വെച്ചാൽ ആൺകുട്ടികളാണെങ്കിൽ ഇപ്പോൾ അവരെ സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ അകത്തുള്ള കുട്ടികളെ എനിക്ക് സ്നേഹിക്കണമല്ലോ. അതുപോലെ തന്നെ ഭാര്യയുണ്ട്, സഹോദരിമാരുണ്ട്, അപ്പോൾ അവരെല്ലാം പെണ്ണുങ്ങളല്ലേ. അപ്പം ഞാൻ അവരെ സ്നേഹിക്കുന്ന ഒരു ലെവലുള്ള ആളാണെങ്കിൽ എനിക്ക് സമൂഹത്തിൻ്റെ അകത്തുള്ള ആൾക്കാരെയും കണ്ട് എല്ലാവരും സഹോദരിമാരെന്നോ എല്ലാവരും അമ്മയാണെന്നോ അങ്ങനെയല്ല, ഒരു മിനിമം. അല്ലാതെ സെലക്റ്റീവായിട്ട് ഇന്ന സ്ത്രീകളെ സ്നേഹിക്കാൻ പാടില്ല, ഇവരെല്ലാം ഇങ്ങനത്തെ ചതുർത്ഥിയാണെന്നൊക്കെ പറയുന്നത് പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, ഈ ഒന്നാമത്തെ കാര്യം, ഈ
ഭയങ്കര ആധുനിക പുരോഗമനം ഇങ്ങനെ വായ്ത്താളം അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എന്നെ കൂട്ടണ്ട. അതിൽ ഏറ്റവും മോശക്കാരനായിട്ട് ടോക്സിക്കായിട്ട് എന്നെ കണ്ടാൽ മതി. അതോടൊപ്പം തന്നെ ഫേക്ക് സ്ത്രീപക്ഷവാദികളുണ്ടല്ലോ, ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരോടും എനിക്ക് തീരെ താല്പര്യമില്ല. സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പോലും ഇല്ലാതെ സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ശബ്ദമുയർത്തുന്ന ആൾക്കാർക്കെതിരെയാണ് ഞാൻ. പുരുഷനോ സ്ത്രീയോ ജെൻഡർ ഏതോ ആയിക്കോട്ടെ, LGBTQ ആരും ആയിക്കോട്ടെ, എൻ്റെ മുമ്പിലുള്ള ശരികൾ, ആ ശരികൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കും. അത് എൻ്റെ മാത്രം ശരിയായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ശരിയാവണമെന്നേ ഇല്ല, അതിനൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് അതിന് എന്നെ എതിർക്കാം. മൂപ്പർ എന്തൊക്കെ വർത്തമാനം പറയുന്നത്, താൻ ആരാ എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ എൻ്റെ ശരികൾ, എൻ്റെ മാത്രം ശരികൾ, ഞാൻ ആ ശരിയുടെ കൂടെ നടന്നു പോകും, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് മറുപടി പറയാനൊന്നുമില്ല. ഇത് പശു ചാണകമിടുന്ന ഭാവമാണ്. നീ സുധിയുടെ വില കളയും. ഈ സ്ത്രീ ആരൊക്കെയോ പറ്റിക്കുന്നതാണ്. ഇവരുടെ വീട്ടിൽ കണ്ണാടിയില്ലേ, ലേശ ഉളുപ്പ്, പാവം, കുടുംബം പറ്റാൻ വേണ്ടി ഭർത്താവ് മരിച്ച ഇവർക്ക് എന്തെങ്കിലും സ്ഥാപന തൊഴിൽ കൊടുത്തിരുന്നില്ല, അപവാദങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ഒരു ജോലി അവർക്ക് വേണ്ടി ശ്രമിച്ചുള്ള സുഹൃത്തുക്കളെ. ശരിയാ, കണ്ണ് സൂപ്പർ. ജീവിതം ജീവിക്കാനുള്ള കരയാനുള്ള, അതെ, ജീവിതം ജീവിക്കാനുള്ളതാണ്, കരയാനുള്ളതല്ല. എന്തിനാ മൺമറഞ്ഞു പോയ ഒരു നല്ല കലാകാരനെ പറയിപ്പിക്കുന്ന വല്ല തൊഴിലുറപ്പിന് പൊയ്ക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഷാജി പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി ഇട്ടേക്കുന്ന ഫോട്ടോ ശ്രീ നാരായണ ഗുരുവിൻ്റെയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ മഹാനായിട്ടുള്ള നമ്മുടെ ഗുരുദേവൻ്റെ ഫോട്ടോയാണ് ഇട്ടേക്കുന്നത്. ദൈവമേ കാത്തുകൊൾകങ്ങ് കൈവിടാതെങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാബ്ദിക്ക് രാവിവൻ തോണി നിൻപദം, അല്ലേ? അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈ സ്ത്രീയെ നല്ല നടപ്പ് പഠിപ്പിക്കാൻ വേണ്ടി നടക്കുന്നു. ഈ വീഡിയോ പിടിക്കുന്ന താക്ക് രേണുവിനോടോ സുധിയോടോ വൈരാഗ്യമുള്ള ആണോ ഇവൻ? ശരി, ഇനി ഇതിനെക്കുറിച്ച് ഇവരുടെ ഈ ഒരു കമൻറ്റ് ബോക്സ് ഇതൊക്കെ കണ്ടല്ലോ, ഇനി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഇവൻ ആരെയാണ് ബോധിപ്പിക്കേണ്ടത്? ഇതേ ചോദ്യം അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി അവർ തന്നെ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ എങ്ങനെ തീരുമാനം എടുത്ത് ഒറ്റയ്ക്ക് തീരുമാനത്താണോ ചെയ്യാൻ? ഞാനെല്ലാം ഒറ്റയ്ക്കാണ് എനിക്ക് വേറെ ആരും തീരുമാനം എടുക്കായിരുന്നു. പിന്നെ എന്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മോനെ അറിയിക്കും, വർക്ക് വരെ അവനെ അറിയിക്കും, അവൻ ഓക്കെ പറയും. അവനെന്തെങ്കിലും വർക്കിൽ കണ്ടിട്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മ ഇതെന്താ കഥ എന്ന് പറഞ്ഞൊരു ബോധ്യം ചില കാര്യങ്ങൾ ഇതെന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാനത് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത വേഷങ്ങളൊക്കെ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, അവരുടെ മൂത്ത മകനോട് പറയും, മൂത്ത മകൻ സമ്മതിക്കും. അതിനപ്പുറത്തേക്ക് പിന്നെ സമൂഹത്തിൻ്റെ വർത്തമാനം മൊത്തം കേട്ടിട്ട് സമൂഹത്തിൻ്റെ എല്ലാം അവരുടെ വായടപ്പിച്ചുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെന്നില്ലല്ലോ. മുടി കൊണ്ട് കഷ്ടപ്പെട്ട് മൂടാൻ നല്ലപോലെ ഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെയും കിടപ്പുണ്ട്. ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ച എത്ര നടിമാരുണ്ട് ഇപ്പോഴും നല്ല മാന്യമായ വസ്ത്രം ധരിക്കുന്നവർ. മാന്യത ഞാൻ ജീവിച്ച് കാണിക്കും, ഞാൻ കാണിച്ച് ജീവിക്കും. ഓരോ ഡ്രസ്സ് ശ്രദ്ധിക്കണം, മാരെ കൊണ്ട് മോശം ഇങ്ങനെ ഒരു സംഭവം കേട്ടോ എന്നൊക്കെ പറയുന്നു. എല്ലാവരും കരുതലിൻ്റെ ആൾക്കാരൊക്കെയാണ്. എനിവേ, ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ മല്ലു ഗോമസ്, അവരുടെ ആ ഒരു കപ്പിൾ, ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ വീഡിയോയ്ക്കകത്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭയങ്കര മെജോറിറ്റി ആൾക്കാരുണ്ട്. അത് അവരുടെ ഇഷ്ടം കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നേരെ ഉൾട്ടയായിട്ട് ഈ സ്ത്രീയെ അധിക്ഷേപിക്കുന്ന കാര്യം. ഇനി മറ്റ് പല സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടും മറ്റുള്ള പല കാര്യങ്ങളുടെയും ബിഹൈൻഡ് ദ സീനും അല്ലാതെയും അറിഞ്ഞും ഒക്കെ ഉള്ള വീഡിയോസൊക്കെ ഉണ്ട്. ആ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഇത്രത്തോളം മാരകവും ക്രൂരമായിട്ടുള്ള കമൻറ്റുകൾ കാണാൻ പറ്റും തോന്നുന്നില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വേട്ടമൃഗം രേണു സുധിയാണ്. പലരും പറയുന്നത് കേൾക്കാം. രേണു സുധിയെക്കുറിച്ച് പറഞ്ഞാൽ അധികം അത് കുഴപ്പമില്ല, അവരെക്കുറിച്ച് പറയാം. പക്ഷെ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞാൽ കേസ് വരും. മറ്റുള്ളവരുടെ പേര് പറഞ്ഞാൽ കേസ് വരും. മറ്റുള്ളവരുടെ ഫോട്ടോ ഇട്ടാൽ കേസ് വരും. മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പണി കിട്ടും. പക്ഷെ രേണു സുധിയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു പുല്ലുമില്ല. കാരണം ചോദിക്കാനും പറഞ്ഞാൽ ആരുമില്ലല്ലോ. ചോദിക്കാനും പറയാനില്ല, ആരും ഇല്ലാത്തവനൊക്കെ എന്തും നമുക്ക് ചെയ്യാമല്ലോ. അതല്ലേ പരിപാടി. ഇതിൻ്റെ താഴെ എനിക്കറിയാം കമൻറ്റുകൾ, മെജോറിറ്റി ഇന്ന് കുറേ കമൻറ്റുകളിൽ നിന്ന് താൻ ആരുവാ, തനിക്ക് എന്താ ജോലി, താനും കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാനൊന്നും കൊണ്ട് കൊടുക്കണ്ട. ആ സ്ത്രീ അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. എൻ്റെ അമ്മ തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ഇന്നും. ഓക്കെ, അതിനെ ഞാൻ അവരുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഒരു സ്ത്രീ ജോലിയെടുത്താണ് ജീവിക്കുന്നത്. അവരുടെ ഇഷ്ടമുള്ള ഒരു തൊഴിലെടുത്ത് ജീവിക്കുന്നു. അവരുടെ കുടുംബത്തിനൊന്നും ഒരു പ്രശ്നമില്ല, അവരുടെ നാട്ടുകാർക്ക് പ്രശ്നമില്ല, അവരറിയുന്നവർക്ക് പ്രശ്നമില്ല, അവർക്ക് പ്രശ്നമില്ല. പിന്നെ ഇവിടെ നൽകുന്നത് ഭരണഘടന കുറ്റം പറയുന്ന ഈ ഭരണഘടനയെ കുറ്റം പറയണം. വിധവയായിട്ടുള്ള സ്ത്രീ ഇങ്ങനെ നടക്കാൻ പാടില്ല, ഭരണഘടന ഉടനെ തന്നെ ഭരണഘടന മാറ്റി എഴുതണം. ഓക്കെ, അങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള അമെൻമെൻറ്റ്സൊക്കെ കൊണ്ടുവരാൻ പറയും. അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കാലം മാറുകയാണ്. അവനവൻ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്താണ് ഈ വികൃതമായ കണ്ണുകളും വെച്ചുകൊണ്ട് നടക്കരുത്.
ഒരല്പം ഒന്ന് മാറി ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ മാറും. കാരണം ലൈഫിൻ്റെ അകത്ത് എവിടെയൊക്കെ എന്തൊക്കെയോ നിങ്ങളും ആഗ്രഹിച്ചിരുന്നു, ആവാൻ ശ്രമിച്ചിരുന്നു, അതിൻ്റെ സ്വാതന്ത്ര്യത്തിനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു, അതിൻ്റെ ഒരു നല്ലൊരു സമയം കഷ്ടപ്പെട്ട് തീർന്നു. ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ അത് ആസ്വദിക്കുന്ന ആൾക്കാരോട് തീർക്കരുത്. ഒരു തരം ഫ്രസ്ട്രേഷനാണിത്. അല്ലാതെ മാന്യത അമാന്യത എന്നുള്ള സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീപ്രൊഡക്ഷൻ, സെക്സ്, ഈ സാധനം പോലും കേട്ട് അയ്യേ എന്ന് പറയുന്ന ആൾക്കാരാണ്. എന്താ തെറ്റ്? ആ സാധനത്തിലൂടെ ഞാൻ നിങ്ങളോടൊക്കെ ജനിക്കുന്നത്. ആ ഒരു കാര്യത്തിനെ പോലും സംസാരിക്കുന്ന സമയത്ത് ഇതൊക്കെ വൃത്തിയോട് പറയുന്നു, ഇതൊക്കെ വൃത്തിയോടായിട്ട് കാണുന്നത് മതങ്ങൾ പോലും. അപ്പോൾ പിന്നെ ആ ഒരു കാര്യമില്ലെങ്കിൽ ഇവിടെ ആരും ജനിക്കുമായിരുന്നു. അപ്പോൾ അത് തെറ്റല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണോ? സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്. ബൈ.